നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയം വിലയിരുത്താൻ തലസ്ഥാനത്ത് CPI നേതൃയോഗങ്ങൾ ചേരുന്നു. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റും CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവുമാണ് ചേരുന്നത്. ഇരു നേതൃത്വത്തിന്റെയും പ്രവർത്തന ശൈലിക്കെതിരെ പാർട്ടിയിൽ വലിയ അതൃപ്തിയാണ് പുകയുന്നത്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നും EP ജയരാജൻ വിട്ടുനിൽക്കുകയാണ്. ബിനീഷ് വിശദാംശങ്ങൾ നൽകും. ബിനീഷ്, പാർട്ടിക്കകത്ത് ഓരോ ജില്ലയിലും വിഭാഗീയതയും പൊട്ടിത്തെറിയും ഈ കനത്ത പരാജയത്തോടെ രൂക്ഷമാകുന്നു. ഈ സെക്രട്ടേറിയറ്റ് യോഗം അടിസ്ഥാനപരമായി ചർച്ച ചെയ്യുന്നത് എങ്ങനെ തോറ്റു എന്നതിനെ പറ്റിയാണോ? ആരൊക്കെയാണ് വിട്ടുനിൽക്കുന്നത്? ഗൗതം, സെക്രട്ടേറിയറ്റ് യോഗം ഇപ്പോഴും തുടരുകയാണ്. CPM സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പ്രധാനമായും ഉയർന്ന വിമർശനങ്ങൾ KK ശൈലജയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. KK ശൈലജയെ നിയോജക മണ്ഡലം മാറ്റി നിർത്തിയതിൽ വലിയ വിമർശനം തന്നെയാണ് നേതാക്കൾക്കിടയിൽ ഉയർന്നു വന്നത്. ഒപ്പം തന്നെ സംസ്ഥാനത്തെ മന്ത്രിമാർ തോറ്റതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച ആരംഭിക്കുന്ന ഘട്ടത്തിൽ തന്നെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമാക്കിയത് ഇത്തരത്തിലാണ്: അടുത്ത സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യാം എന്നൊരു നിലപാട് സ്വീകരിക്കുകയായിരുന്നു. പാർട്ടിക്കുള്ളിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും അമർഷവും തന്നെയാണ് ഇപ്പോഴത്തെ ഘട്ടത്തിൽ ഉയരുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. CPIയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗവും തിരുവനന്തപുരത്ത് തുടരുകയാണ്. നിലവിലെ സാഹചര്യത്തിൽ CPI വിമർശനം ഉന്നയിക്കുന്നത് മുഖ്യമന്ത്രിക്കെതിരെയാണ്, പിണറായി വിജയനെതിരെയാണ് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. പിണറായി വിജയനെതിരെ വലിയ ആക്ഷേപങ്ങൾ തന്നെയാണ് CPIയുടെ ഭാഗത്തുനിന്ന് ഉയരുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പരസ്യമായി ഇപ്പോൾ ഒരു പ്രതികരണത്തിലേക്ക് എത്തിയിട്ടില്ല. പക്ഷേ നിലവിൽ നേരത്തെ പിണറായി വിജയൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ധാർഷ്ട്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തന്നെയാണ് നിലവിലെ സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങളിലേക്ക് വഴിവെക്കുന്നത്. ഒപ്പം മന്ത്രിമാരുടെ ഇടപെടലുകൾ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത്, നിലവിൽ കഴിഞ്ഞ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ നടത്തിയ മന്ത്രിമാരുടെ ഇടപെടലുകൾ അത് വളരെ മോശമായ രീതിയിലായിരുന്നു. പ്രത്യേകിച്ച് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ പദ്ധതികൾ അത് ജനങ്ങളുടെ ഇടയിലേക്ക് എത്തിക്കുന്നതിൽ പരാജയപ്പെട്ടു. ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അത് ജനങ്ങൾക്കിടയിൽ വലിയ പ്രചാരം ലഭിച്ചു. ആ പ്രചാരം ഈ ഒരു തെരഞ്ഞെടുപ്പിന് വലിയ തിരിച്ചടിയായി എന്ന് അനൗദ്യോഗികമായെങ്കിലും CPM നേതൃത്വം വിലയിരുത്തുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇന്ന് അല്പസമയത്തിനകം തന്നെ വൈകുന്നേരം 4 മണിക്ക് തന്നെ CPM സംസ്ഥാന സെക്രട്ടറി ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്താ നടത്തുന്നതാണ്. അതിൽ പുതിയ ക്യാപ്സൂളുകൾ പുറത്തുവിടാനുള്ള സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. പ്രത്യേകിച്ച് അണികളെ പിടിച്ചു നിർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഇപ്പോഴത്തെ CPM സംസ്ഥാന സെക്രട്ടറി അത്തരത്തിലുള്ള ഒരു വാർത്താ സമ്മേളനം നടത്തുക എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വലിയ വിമർശനം തന്നെയാണ് പ്രത്യേകിച്ച് നേതൃത്വത്തിനെതിരെ ഉയർന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് അണികൾക്കിടയിലും വലിയ അമർഷം ഈ വിഷയത്തിൽ നിലനിൽക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം അടപടലം പാർട്ടി നേതൃത്വം പൂർണ്ണമായും പരാജയപ്പെട്ടു എന്ന് തന്നെയാണ് അണികൾക്കിടയിൽ പരക്കെ ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പോഴും ചില കണക്കുകൾ, വോട്ടിംഗ് ശതമാനത്തിൻ്റെ കണക്കുകൾ ഉയർത്തി കാണിച്ചുകൊണ്ട് CPM നേതാക്കളും അണികളും തൽക്കാലത്തേക്ക് പിടിച്ചു നിൽക്കാൻ ശ്രമം നടത്തുന്നു എന്നതാണ് മനസ്സിലാക്കേണ്ട കാര്യം. ഒപ്പം തന്നെ BJPയുടെ ഒരു വലിയ മുന്നേറ്റം സംസ്ഥാനത്ത് ഉണ്ടായിട്ടുണ്ട്. അത് CPM നേതാക്കൾ പ്രതീക്ഷിച്ചതല്ല. അത്തരത്തിൽ ഹൈന്ദവ വോട്ടുകൾ ഏകീകരിക്കപ്പെട്ടു എന്ന ചർച്ചയും CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം അതിനെ CPM വിലയിരുത്തുന്നത് വർഗീയ വോട്ടുകളാക്കി മാറ്റും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം വേറൊന്നും കൊണ്ടല്ല, CPM പല ഘട്ടങ്ങളിലായി BJPയെ പരാജയപ്പെടുത്താനായി പല തലത്തിലും ഇടപെട്ടത്, കോൺഗ്രസുമായി ഇടപെട്ട് വോട്ട് മറിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതുപോലും CPMന് വലിയ തിരിച്ചടിയായിട്ടുണ്ട് എന്ന വിലയിരുത്തൽ CPM നേതാക്കൾക്കിടയിൽ ഇപ്പോൾ പരക്കെ ചർച്ച ഉയരുന്നുണ്ട്. അത് അണികൾക്കിടയിലും ചർച്ച ഉയരുന്നുണ്ട്. പക്ഷേ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഈ കാര്യങ്ങൾ ചർച്ചയ്ക്ക് വന്നില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ സർക്കാരിൻ്റെ പ്രവർത്തനം, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് ആരാകണം എന്ന് സംബന്ധിച്ചുള്ള ഒരു തീരുമാനത്തിലേക്ക് അല്പസമയത്തിനകം തന്നെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒരുപക്ഷെ കടന്നേക്കുമെന്ന് മനസ്സിലാക്കുന്നുണ്ട്. അത് KN ബാലഗോപാലിനാണ് ആദ്യ സാധ്യത നിലനിൽക്കുന്നത് എന്നതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും അന്തിമമായ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. ഇടതുമുന്നണി യോഗത്തിൽ മാത്രം ഇക്കാര്യങ്ങൾ തീരുമാനിച്ചതിന് ശേഷം മാത്രമേ അത് ഔദ്യോഗികമായ ഒരു തീരുമാനത്തിലേക്ക് പോവുകയുള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ മുഖ്യമന്ത്രി പിണറായി മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ഒരു മാധ്യമങ്ങളെ അറിയിക്കാനായി ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, വാട്സാപ്പ് ഗ്രൂപ്പ്. അത് CM മീഡിയ ഗ്രൂപ്പ് എന്നായിരുന്നു ആ പേരെങ്കിൽ അത് ഇന്നലെ ഉച്ചയോടുകൂടി അത് മാറ്റി ഓപ്പോസിഷൻ ലീഡർ മീഡിയ ഗ്രൂപ്പ് എന്ന പേരിലേക്ക് അത് മാറ്റുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രതിപക്ഷത്തേക്ക് CPM ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ആര് പ്രതിപക്ഷ നേതാവാകും എന്ന ചർച്ച ഇപ്പോൾ സെക്രട്ടേറിയറ്റിൽ സജീവമായി തന്നെ ഉയർന്നു വന്നേക്കും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും CPIയുടെ കൂടി നിലപാട് അറിഞ്ഞതിന് ശേഷമായിരിക്കും ആരായിരിക്കും പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് പ്രതിപക്ഷ നേതാവായി എത്തേണ്ടത് എന്ന തീരുമാനത്തിലേക്ക് CPM കടക്കൂ എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇടതുമുന്നണി യോഗത്തിൽ ഈ പ്രതിപക്ഷ നേതാവിൻ്റെ കാര്യത്തിൽ അന്തിമമായ ഒരു തീരുമാനമുണ്ടാക്കും. വൈകുന്നേരം ഇതുമായി ബന്ധപ്പെട്ട CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു വിശദീകരണം CPM സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകും. ഗൗതം.